ഐഫോൺ 17, ദ ബേസ് മോഡൽ ഐഫോൺ 17. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യമായിട്ട് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, 2 ഐഫോൺ 16 15 14 ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് 17ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ. 3 നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആപ്പിളുടെ 16 പ്രോയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന് ഫ്രണ്ടിലാണ്. ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യണോ? ചെയ്യുവാണെങ്കിൽ 17 അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എസ്പെഷ്യലി പ്രോ മോഡൽസ് ഉപയോഗിക്കുന്ന 16, 14, 15 സീരീസിലെ പ്രോ മോഡൽസ് ഒക്കെ ഉപയോഗിക്കുന്നവർ ബേസ് മോഡൽ ഐഫോൺ 17 പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറുന്നതായിരിക്കും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ള അപ്ഗ്രേഡ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ദിസ് ഇസ് മിലൻ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആപ്പിൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഐഫോൺ 10s മുതലുള്ള മോഡൽസ് ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു മാറ്റമാണ് പ്രോ മോഡൽസ്, അതോടൊപ്പം ബേസ് വേരിയൻസ് അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ ചീപ്പറായിട്ടുള്ള മോഡൽസ്. ഇങ്ങനൊരു ഡിസ്റ്റിങ്ക്യൂഷൻ ആപ്പിളിൻ്റെ ലൈനപ്പിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് തുടക്കത്തിൽ വളരെ വലിയൊരു ഗ്യാപ്പായിരുന്നു. പ്രോ മോഡൽസ് അതോടൊപ്പം ബേസ് മോഡൽസ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസങ്ങളായിരുന്നു. അത് പിന്നീട് 12ലേക്ക് വന്നപ്പോൾ ഡിസൈൻ ചേഞ്ചസ് വന്നു. പിന്നീട് മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ജനറേഷൻ ഓഫ് ഐഫോൺസിലും വളരെ ചെറിയ തോതിലുള്ള മാറ്റങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മൾ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ ഒരു വർഷം 2025 ഐഫോൺ 17 സീരീസ് ഇറങ്ങിയപ്പം പ്രോ മോഡൽസ് ആൻഡ് ബേസ് മോഡൽ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ആപ്പിൾ ക്ലോസ് ഡൗൺ ചെയ്തേക്കുവാണ്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഒന്ന്, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന 128 GB സ്റ്റോറേജിൽ നിന്ന് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 256 GB ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആപ്പിൾ ഈ ഒരു ബേസ് മോഡൽ സ്റ്റോറേജ് സ്വിച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രൈസിന് 256 GB സ്റ്റോറേജ് ആണ് ഇപ്പം ലഭിക്കുന്നത്. 2, ഇതിൻ്റെ ഡിസ്പ്ലേ. കഴിഞ്ഞ വർഷമാണ് 16 പ്രോയ്ക്ക് ആപ്പിൾ 6.1 എന്നുള്ളതിന് പകരം 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസിൽ ചേഞ്ച് കൊണ്ടുവന്നത്. ആ സെയിം വ്യത്യാസം നമുക്കിപ്പം ബേസ് മോഡൽ 17 ലഭിക്കുന്നുണ്ട്. ഒപ്പം 17 പ്രോയിൽ എന്ത് ഡിസ്പ്ലേ ആണോ വന്നത്, ആ സെയിം എക്സാക്ട് ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിൾ ഇവിടെ ബേസ് മോഡൽ ഐഫോണിലും കൊടുത്തേക്കുന്നത്. കാരണം 3000 നിറ്റ്സിൻ്റെയാണ് ഔട്ട്സൈഡ് ബ്രൈറ്റ്നസ്. കഴിഞ്ഞ വർഷത്തെ ഈ ഒരു 16 പ്രോയോ അല്ലെങ്കിൽ പ്രോ മാക്സോ 15 എല്ലാം എടുത്ത് നോക്കിയാൽ അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്സൈഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. സോ 1000 നിറ്റ്സിൻ്റെ ഇൻക്രിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. 2, 7 ലെയർ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് 17 ബേസ് മോഡൽ മുതൽ എല്ലാ ഡിവൈസുകളിലും 17 ലൈനപ്പിലെ എല്ലാ മോഡൽസിനും ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു ബേസ് മോഡലിലും ആപ്പിൾ കൊടുക്കാത്ത മറ്റൊരു അഡ്വാൻറ്റേജ് 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ എന്ന് പറയുന്ന ഫീച്ചർ ആപ്പിൾ ഈ പ്രാവശ്യം ബേസ് മോഡലും കൊടുത്തു. എലോങ് വിത്ത് ദാറ്റ്, ഡിസ്പ്ലേയുടെ ചുറ്റിനും പോയിരിക്കുന്ന ആ ബെസൽസ് എന്ന് പറയുന്നത് വളരെ വളരെ തിന്നറാണ്. പ്രത്യേകിച്ച് നിങ്ങൾ 15, 16, 14 എന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആ ബെസൽസിൻ്റെ തിക്നെസ് പെട്ടെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 3, ബാറ്ററി 3692 mAh ഒരു ലാർജർ ബാറ്ററിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഉള്ള 16 പ്രോയിനേക്കാൾ സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള ബാറ്ററിയാണ് 17 ബേസ് മോഡലിൽ ഇരിക്കുന്നത്. സോ 16 പ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററിയോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ 40 to 60 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ആപ്പിൾ 17 എല്ലാ മോഡൽസിലും കൊണ്ടുവന്നേക്കുന്നത്. സോ 20 മിനിറ്റിൽ നിങ്ങൾക്ക് 50% ചാർജ് ചെയ്യാൻ സാധിക്കും. സോ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 17 ബേസ് മോഡൽ ഇസ് എ നോ ബ്രെയിനർ. 4, ഇന്റേണലി ഇതിനെ പവർ ചെയ്യുന്നത് A19 ആണ്. പ്രോ ചിപ്പ് അല്ല, ബേസ് മോഡൽ ചിപ്പാണ് A19. പക്ഷേ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള 16 പ്രോയിനേക്കാൾ ഇതിനകത്ത് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ന്യൂറൽ ആക്സിലേറ്റർ എന്ന് പറയുന്ന സംഭവം കൂടെ ഇതിൻ്റെ കൂടുതലുണ്ട്. അതായത് GPU കോറിനോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള AI പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ന്യൂറൽ ആക്സിലേറ്റർ എന്ന് പറയുന്ന അഡീഷണൽ ചിപ്പും കൂടെ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് ലോങ് ടേം AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആപ്പിൾ ഇനി അടുത്ത വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സിങ് നമുക്ക് ബേസ് മോഡൽ 17 ലഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ക്രാച്ച് ഗേറ്റ് നമുക്കറിയാം 17 പ്രോയിൽ ഇപ്പം പരക്കെ വ്യാപിക്കുന്നൊരു കാര്യമാണ്. ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നു അല്ലെങ്കിൽ അതിന് കളർ ചിപ്പിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത്. വെറുതെ കളർ ചിപ്പിങ്ങോ സ്ക്രാച്ചോ ഉണ്ടാകത്തില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് മാനുവലി അതിന് സ്ക്രാച്ച് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്താലോ അല്ലെങ്കിൽ കേസില്ലാതെ വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സ്ക്രാച്ചിങ് അല്ലെങ്കിൽ പെയിൻറ്റ് ചിപ്പിങ് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ സ്കഫിങ് ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോ മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബേസ് മോഡൽ 17 ബാക്ക് പാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രോ മോഡൽസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ 17 ബേസ് മോഡൽ ഉണ്ടാകത്തില്ല. 6, ക്യാമറ. ഇവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വളരെ അകലെയുള്ള കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് കാണണം അല്ലെങ്കിൽ അതൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 17 ബേസ് മോഡൽ ഇറ്റ്സ് എ നോ ഗോ. കാരണം അതിൻ്റെ സൂം കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അവിടെ നമുക്ക് 16 പ്രോ 15 പ്രോ അതുപോലുള്ള ഡിവൈസുകൾ ഈവൻ 17 പ്രോയും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ സൂമിങ്ങിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം 17 അവോയ്ഡ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഫോട്ടോസ് വീഡിയോസ്
ക്യാപ്ചർ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ 16 Pro പോലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുതിയ 24 MP സെൽഫി ക്യാമറയാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ അത് പറഞ്ഞിരിക്കുന്നത് 18 MP എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അത് 24 MP പുതിയ സെൻസറാണ്. അത് 18 MP ആയിട്ട് ആപ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോർണേഴ്സാണ്. 4 കോർണേഴ്സും ടച്ച് ചെയ്യുന്നില്ല. വൈഡ് ആംഗിളിലുള്ള സെൽഫീസ് പോലും നമുക്ക് ഡിവൈസ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുന്നതിന് പകരം വെർട്ടിക്കലി ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അത് ഒരു സ്ക്വയർ സെൻസർ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, നമുക്ക് ഫുൾ സെൻസർ റീഡ് ഔട്ട് അല്ല അവിടെ കിട്ടുന്നത്. 4 കോർണേഴ്സും അവിടെ മിസ്സാവുന്നുണ്ട്. ആ മിസ്സായിട്ടുള്ള 4 കോർണേഴ്സും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു 24 MP സെൻസറാണ്. സോ സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, നൈറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഓട്ടോ ഫോക്കസ്, ഇതൊക്കെ കാര്യമായിട്ട് തന്നെ ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ക്യാമറാസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 16 ബേസ് മോഡലൊക്കെ എടുത്ത് നോക്കിയാലും അതിൻ്റെ അൾട്രാ വൈഡ് എന്ന് പറയുന്നത് 12 MP ആയിരുന്നു, വൈഡ് ആയിരുന്നു 48 MP. ഈ വർഷത്തെ അൾട്രാ വൈഡും 48 MP അതുകൊണ്ട് തന്നെ നമുക്ക് സൂമൊക്കെ ചെയ്താലും കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാൻ, ഡിജിറ്റലി സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും ലഭിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവ് നോട്ടിൽ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇതിൻ്റെ കളേഴ്സ് അടിപൊളി കളേഴ്സാണ്. പ്രത്യേകിച്ച് സേജ്, ബ്ലൂ, ലാവൻഡർ. എനിക്ക് ബ്ലൂവും സേജും അടിപൊളി കളേഴ്സാണ്. കാരണം 15 സീരീസിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ആപ്പിൾ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലോക്കി ഒരു കളേഴ്സൊക്കെ കണ്ടാൽ നമുക്ക് നല്ല പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് അല്ലായിരുന്നു. എന്നാൽ 16 സീരീസിലേക്ക് വന്നപ്പം പേസ്റ്റിൽ തന്നെ പക്ഷേ കുറച്ചും കൂടെ പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 2 സീരീസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കളേഴ്സാണ് ആപ്പിൾ 17 ലൈനപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് സേജും ബ്ലൂ. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കളേഴ്സാണ് സേജ് ആൻഡ് ബ്ലൂ. ഇതെല്ലാമാണ് 17ൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, ഇപ്പം പ്രോ മോഡൽസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 15 Pro ആൻഡ് 16 Pro ഈ 2 മോഡലിലും വന്നിരുന്നത് ടൈറ്റേനിയം ഷാസിയായിരുന്നു. ഈ വർഷത്തെ പ്രോ മോഡൽസ് 17 Pro മോഡൽസ് ഡിസൈൻ വൈസ് തീർച്ചയായിട്ടും ആപ്പിൾ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് കൊണ്ടുവന്നു. അതൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്രീമിയംനെസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. ഈ പ്രാവശ്യത്തെ പ്രീമിയം ഡിവൈസ് എന്ന് പറയാൻ സാധിക്കുന്നത് ഐഫോൺ എയർ ആണ്. നിസ്സംശയം പറയാം, ആപ്പിൾ ഈ വർഷത്തെ ലൈനപ്പിൽ റിലീസ് ചെയ്തതിൽ മോസ്റ്റ് പ്രീമിയം ഡിവൈസ് എന്ന് പറയുന്നത് കണ്ണും പൂട്ടി പറയാം. കാരണം അതിൻ്റെ ലുക്കും ഫീലും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് എയറിൻ്റെ സൈഡിൽ കൂടെ പോയേക്കുന്ന ടൈറ്റേനിയം ഷാസി ആപ്പിൾ സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15 അല്ലെങ്കിൽ 16 Pro മോഡൽസിൽ നിന്ന് വരുന്ന യൂസേഴ്സ് 17 കൺസിഡർ ചെയ്യുമ്പം, ബേസ് മോഡൽ 17 കൺസിഡർ ചെയ്യുമ്പം അവർ നടത്തുന്ന ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് പറയുന്നതും ടൈറ്റേനിയത്തിൽ നിന്ന് അവർ അലുമിനിയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 2, ക്യാമറ. പോസിറ്റീവ് എന്താണോ ഞാൻ പറഞ്ഞത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രോ മോഡൽസിൽ നിന്ന് വരുന്നവർ സൂം എന്ന് പറയുന്ന സംഭവം മറന്നേക്കുക. കുഴപ്പമില്ലാത്ത സൂമുണ്ട്. കാരണം 48 MP സെൻസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അൾട്രാ വൈഡും 48 MP സെൻസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സൂമിംഗ് റേഞ്ച് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. 3, ഇതിൻ്റെ USB പോർട്ടാണ്. USB Type C ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം മുതലേ പ്രോ മോഡൽസിന് USB 3.0 ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 10 GB/s ആണ്. എന്നാൽ ബേസ് മോഡൽ 17ൻ്റെ USB പോർട്ട് എന്ന് പറയുന്നത് USB 2 ആണ്. അതിന് 480 MB/s ആണ് ഡേറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡ്. ഡെയിലി ഫോൺ, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഫോട്ടോ, വീഡിയോ ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബാധിക്കുന്ന പ്രശ്നമേ അല്ല. സോ ഞാൻ ഈ പറഞ്ഞ 3 നെഗറ്റീവുകൾ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വയമേ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഏത് പ്രോ മോഡൽസിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ സാധിക്കുന്ന, അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് വലിയൊരു എക്സ്പെക്ടേഷനോടെ ഐഫോണിലേക്ക് വരുന്ന ഒരു വ്യക്തിക്കും ഈവൻ പ്രീവിയസ് ജനറേഷൻ പ്രോ മോഡൽസിൽ നിന്ന് വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഗ്രൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ വർഷം ആപ്പിൾ റിലീസ് ചെയ്ത ബേസ് മോഡൽ ഐഫോൺ 17 എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Until then, peace.